ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പ് അങ്ങനെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അതിനകത്ത് ഇപ്പോൾ തൽക്കാലം ട്രേഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത പോക്കാണ് മിഡ് ക്യാപ്പ് പോകുന്നത്. മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റിയുമായിട്ടോ ഒന്നും യാതൊരു പുലബന്ധവും ഇല്ലാതെ ഒരു വൺ വേ റാലിയാണ് പോകുന്നത്. നമ്മൾ വരച്ച ലൈനൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത്, പക്ഷെങ്കിൽ ഇത് ഒരു മര്യാദ ഇല്ലാത്ത പോക്കായി പോകുന്നത്. എന്നാൽ ഇതിൻ്റെ ഒന്നും ഒരു പ്രതിഫലനം സ്റ്റോക്കുകളിലൊന്നിട്ട് കാണുന്നുമില്ല. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഇനി എന്തായാലും നമ്മൾ വരച്ച ലെവലുകളൊക്കെ കൃത്യമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി കൂടുതലതിനെപ്പറ്റി സംസാരിച്ച് സമയം കളഞ്ഞത്, കാരണം ഞാൻ ഒത്തിരി കിടന്ന് പറഞ്ഞിട്ടും വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച്. എന്ന് കാരണം ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കും വലിയ റെസ്പോണ്ടൊന്നും കണ്ടില്ല. അപ്പം അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. ഇതവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്കിനി അവസാനത്തെ 2 ആഴ്ച നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് 2 പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. 2 പ്രൈസ് ആക്ഷൻ. ഓക്കെ, അപ്പം ഇന്ന് പ്രൈസ് ആക്ഷൻ്റെ കാര്യം പറഞ്ഞതിനൊക്കെ നല്ലത്, മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴോട്ടും മാറ്റം ഭയങ്കര വോളറ്റൈലായിരുന്നു. പക്ഷേ ഇന്ന് DISും FISും ചെറിയ രീതിയിലൊരു ബൈ ആണ് എടുത്തേക്കുന്നത്. അതായത് DIS 605 കോടി രൂപയ്ക്കും FIS 1285 കോടിക്കും വാങ്ങിച്ചു. രണ്ടുപേരും വാങ്ങലായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രതിഫലനമൊന്നും വലുതായിട്ട് മാർക്കറ്റിൽ കണ്ടില്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ കളിച്ചത് എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ഓക്കെ, അത് നമുക്കറിയത്തില്ല. വലിയ ആൾക്കാർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ. അപ്പം നമുക്ക് മാർക്കറ്റിൽ വരാം. നമ്മുടെ ബലം എന്തുവാണ്? പ്രൈസ് ആക്ഷനാണ്. ചാർട്ടാണ് നമ്മുടെ ബലം. ചാർട്ടിനകത്ത് നമ്മൾ എന്ത് കാണുന്നോ അത് ഏറെക്കുറെ അതുപോലൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് പഠിക്കുക, ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിക്കുക, അതിൻ്റെ ഫോർമേഷൻസ് പഠിക്കുക. ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലനിൽപ്പുള്ളൂ. അല്ലാതെ നിങ്ങൾ വലിയ സ്ട്രാറ്റജി കൊണ്ടും ക്ലാസ് പങ്കെടുത്തുകൊണ്ടും ഒന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പഠിക്കുക. പഠിത്തമല്ലാതെ വേറെ യാതൊരുവിധ കുറുക്ക് വഴിയും സ്റ്റോക്ക് മാർക്കറ്റിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും ഇത് പറയുന്നത് ഇതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ പ്രൈസ് ആക്ഷനിലോട്ട് വരാം. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ഇന്ന് ഇതല്ലേ, ഇത് മാർക്കറ്റ് നേരെ ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ താഴോട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റ് പൊട്ടുന്നു എന്നൊരു പ്രതീതി വരുത്തി, ഇല്ലേ? ഇതാ ഈ ക്യാൻഡിൽ നോക്കി, യമണ്ടനൊരു ക്യാൻഡിൽ ഇതാ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു, ചെറിയൊരു മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം വലിയ നെടുവരിനൊരു ഒരു റെഡ് ക്യാൻഡിൽ തന്നില്ലേ? ഇത് കണ്ടപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുന്നത് ഇവിടെ? ഇവിടെ ഇത് നല്ല ഒരു മറുബോസുമാണ് വന്നത്, ഇത് നല്ല സ്ട്രോങ് ക്യാൻഡിലാണ്, അതുകൊണ്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വരും എന്നൊരു ധാരണയായിരുന്നു. ആ ധാരണയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്ന അതിനേക്കാളും വലിയൊരു നെടുവരിയും ക്യാൻഡിൽ വീണ്ടും മേലോട്ട് ഗ്രീൻ പോയി, അത് ക്രോസ് ചെയ്ത് നേരെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ വരച്ച ഞാൻ പറഞ്ഞത് ഈ ലൈനിന് മുകളിലാണ് നമുക്കൊരു ട്രേഡ് ഉള്ളതെന്ന് പറഞ്ഞത്. കറക്റ്റ് ആ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരെ ഗ്രീൻ പോയി. ഈ ക്യാൻഡിൽ ഗ്രീനാണ്. നെക്സ്റ്റ് ഇത് ക്യാൻഡിൽ ഗ്രീൻ ആയിരുന്നു ഇവിടെ വരെ വന്നപ്പോൾ. അപ്പം ആൾ തെറ്റിദ്ധരിച്ചു, ഞാൻ വരെ തെറ്റിദ്ധരിച്ച് ഇവിടുന്ന് എക്സിറ്റായി. മനസ്സിലായി? മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ. പക്ഷേ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നേരെ തിരിച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും റീ എൻട്രി ചെയ്തു ഇവിടെ. കാരണം നമ്മുടെ വരുതിക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. താഴോട്ട് വന്നതിന് ശേഷം നേരെ താഴോട്ട് വന്ന് ഇവിടം വരെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 10, 20, 25 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പം ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മളെന്താ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത്, ഇതൊരു മറുബോസുവിന് തുല്യമായിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, അല്ലേ? മറുബോസിന് തുല്യമായിട്ടുള്ളൊരു ക്യാൻഡിലാണ്. അപ്പം ഇവിടുന്ന് അപ്പോൾ വീണ്ടും ഒരു താഴോട്ടൊരു വരവ് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, എപ്പോഴാണ് ഇത് ഇൻവാലിഡ് ആകുന്നത്? ഇത് ഒരു 50% അടുത്ത നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലുള്ള 50% കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ സാധനം ഇൻവാലിഡ് ആകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് വീണു ക്യാൻഡിൽ, പക്ഷേ ഒരു ക്യാൻഡിൽ വീണു, അടുത്ത ക്യാൻഡിൽ വീണപ്പോഴത്തേന് 50% കട്ടായി, പിന്നെ ഇത് മുകളിലോട്ട് പോയി മാർക്കറ്റ്, അല്ലേ? അപ്പം നമുക്ക് അവിടെ അത് ഇൻവാലിഡായി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമ്മൾ എങ്ങനെ അവിടെ ഒരു ട്രേഡ് എടുക്കുന്നത്? നമ്മളിപ്പം ഇത് മറുബോസ് കണ്ടപ്പോൾ നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ്?
നമുക്ക് അപ്പോൾ അടുത്ത ക്യാൻഡിൽ നമ്മൾ നോക്കണം ഇല്ലേ, അടുത്ത ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇതിൻ്റെ 50% കട്ടായില്ല. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുത്തു, കാരണം അവിടെ അത് നിയമപ്രകാരം നമ്മളവിടെ ട്രേഡ് എടുക്കും. അപ്പോൾ നമ്മുടെ SL എവിടെയായിരിക്കും, ഇതായിരിക്കും നമ്മുടെ SL ഇല്ലേ. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുത്തു, 50% കട്ട് ചെയ്യാതാണ് ഇവിടെ ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്യാൻഡിൽ എടുത്തു. അപ്പോൾ ഇത്രയും നമ്മുടെ SL. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ നേരെ വീണു, ഇത് 50% മുകളിൽ കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും അടുത്ത കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, ഇത് നമുക്കിവിടെ ട്രേഡ് ഇൻവാലിഡായി അല്ലേ. നമ്മുടെ SL ഇതാണ്, ഒന്നുകിൽ ഇവിടുന്ന് എക്സിറ്റ് ആകും, അല്ലെങ്കിൽ ഈ SL അടുത്തന്നെ അടിച്ചു. ഇതാ ഈ ക്യാൻഡിലിൽ SL അടിച്ച് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയി. ചെറിയ മിനിമൽ ലോസ് നമ്മൾ ബുക്ക് ചെയ്തു അല്ലേ. അപ്പം അങ്ങനെയാണ് ആ ട്രേഡ് കഴിഞ്ഞു ഇല്ലേ. നമുക്കപ്പോൾ ഇവിടെ ഭീകരമായ നഷ്ടമൊന്നുമില്ല. കാര്യം എന്താ, നമുക്കിവിടെ ഒരു കാര്യം അറിയാം, നമുക്കിവിടെ എന്ത് ചെയ്യണം എന്ന് നമുക്ക് വ്യക്തമായൊരു പ്ലാനുണ്ട് ഇവിടെ ഇല്ലേ. നമുക്കിവിടെ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറഞ്ഞത്. ഇല്ലെന്നെങ്കിലോ നമ്മൾ അന്ധമായിട്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ പ്ലാൻ എന്തുവാണ്, ഇത് മർബോസ് കണ്ടു, അപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഇത് തിരിച്ച് 50% കട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയ ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിട്ടു ഇല്ലേ. എല്ലാം പ്ലാനാണ്, കറക്റ്റ് പ്ലാനാണ് നമുക്ക് അല്ലേ. അതിനുശേഷം വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് അടുത്തതിന് പോയി 50% കട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സംഗതി പാളെന്ന് മനസ്സിലായി. ഒരു ക്യാൻഡിലോട് വെയിറ്റ് ചെയ്തു, അടുത്ത ക്യാൻഡിലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിച്ച് SL നമ്മൾ വിട്ടേക്കുക ഇല്ലേ. അടുത്ത ക്യാൻഡിൽ നേരെ മുകളിലോട്ട് പോയി SL അടിച്ചിട്ട് നേരെ താഴോട്ട് പോകും ഇല്ലേ. അപ്പോൾ നമ്മുടെ SL അടിച്ചു, നമ്മുടെ ട്രേഡ് ഇൻവാലിഡായി കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്, എത്ര ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്റ്റോപ്പ് ലോസ് ഒരു 20 പോയിൻറ്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ്, ഒരു 500 രൂപയുടെ നഷ്ടം ഒരു ലോട്ടയിൽ. ഇത്രയോടെ നമ്മുടെ നഷ്ടം ഇല്ലേ. ഇനി നിങ്ങൾക്ക് ഈ സംഗതി അറിയാൻ വയ്യെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് കൈ പിടിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ലോസ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ചെറിയ മിനിമം ലോസിൽ ഇറങ്ങിയത്. ഇനി ഇതേ സിനാരിയോ വീണ്ടും വന്നു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, എന്നിട്ട് പതുക്കെ മേലോട്ട് കയറിപ്പോയി ഇവിടെ വരെ നമ്മൾ വരച്ച വരയിൽ ഇവിടെ വന്നു, വീണ്ടും തിരിച്ച് താഴോട്ട് വരുമ്പോൾ എന്തുവാ, അടുത്ത വീണ്ടും ഒരു സ്ട്രോങ് മർബോസ്, ഒരു സൂപ്പർ മർബോസും അതിൻ്റെ നല്ല വോളിയം ഉണ്ട് ഇവിടെ കണ്ടോ, ഒരു സ്ട്രോങ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ പരിപാടി തന്നെ നമ്മൾ വീണ്ടും ചെയ്തു. എന്ത് ചെയ്തു, അടുത്ത ക്യാൻഡിൽ നമ്മൾ വന്നു, കട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുത്തതിന് ശേഷം ട്രേഡ് എടുത്തപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, ശരിയല്ലേ. അതിന് ശേഷം എന്താ സംഭവിച്ചേ, നേരെ വന്നു ക്ലിയർ ആയിട്ട് താഴോട്ട് വരുന്നു ഇല്ലേ. താഴോട്ട് വന്നു, ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നു. നിങ്ങൾക്ക് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എത്ര പോയിന്റ് നിങ്ങൾക്ക് കിട്ടി നടത്തില്ല. ഞാൻ ഏകദേശം 74 തോന്നുന്നു, 74 രൂപയിലെടുത്ത സാധനം 126 വരെ ഞാൻ ട്രയൽ ചെയ്ത് പ്രോഫിറ്റ് എടുത്തു. മനസ്സിലായോ പറഞ്ഞേ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പോയത് 5 പോയിൻറ്റ് 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 20 പോയിൻറ്റ് 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് കൊടുത്തു, 500 രൂപയുടെ സ്റ്റോപ്പ് ലോസേ വന്നുള്ളൂ ഇവിടെ ഇല്ലേ. അപ്പോൾ നമ്മളവിടെ മാനേജ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ ഒരു 500 രൂപയുടെ സ്റ്റോപ്പ് ലോസേ കാണത്തുള്ളൂ. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രേഡ് നമ്മൾ കണ്ടെത്തി, ഈ ചാർട്ടിനകത്തിൽ ഈ സംഭവം നമ്മൾ കണ്ടെത്തി, അത് അപ്ലൈ ചെയ്ത് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുത്ത് നമുക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. മനസ്സിലായി. ഇതാണ് പഠനം കൊണ്ടുള്ളൊരു ഗുണം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയോ, മനുഷ്യനെ ആശ്രയിക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി വിജയിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ട്രേഡ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ പറഞ്ഞാൽ ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിക്കുക. ആ പ്രൈസ് ആക്ഷൻ്റെ സീരീസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇതിൻ്റെ അവസാനം ഞാനിത് പിൻ ചെയ്തേക്കാം. അതിനകത്തിൽ ഓരോ ക്യാൻഡിലുകൾ എങ്ങനെ ഫോർമേഷൻ വരുന്നത്, എങ്ങനെയാണ് ക്യാൻഡിൽ എങ്ങനെ വരുന്നത്, എങ്ങനെ റിജക്ഷൻ വരുന്നു, മർബോസ്, എൻഗൾഫിങ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പം അത് പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴെ വന്നു, നമ്മുടെ ലൈനിൽ വന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു, നേരെ തിരിച്ചുവിടുന്ന് റിവേഴ്സ് ചെയ്ത് അവസാന നിമിഷം ഒരു ബൈ വന്നു. ഈ ബൈ ആയിരിക്കും FIS വാങ്ങിച്ചത്, അല്ലെങ്കിൽ DIS ആരിലും വാങ്ങിച്ച ഒരു ബൈ ആണ് ഇത് കാണുന്നത്. പക്ഷേ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. മാർക്കറ്റിലൊരു വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും, വലിയ എന്താ പറയുക, ഒരു മാർക്കറ്റിനൊരു ഊർജ്ജം ഇല്ല. മാർക്കറ്റിന് ഒരു ഊർജ്ജമില്ല മേലോട്ട് പോകാൻ. കാരണം എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഒരിക്കലും മാർക്കറ്റിന് ഇഷ്ടമല്ല. മനസ്സിലായി. ആ ഒരു അനിശ്ചിതാവസ്ഥ ഒരിക്കലും മാർക്കറ്റിന് ഇഷ്ടമല്ല. മാർക്കറ്റിന് എന്തെങ്കിലും ഒന്നുകിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വേണം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വേണം.
മനസ്സിലായി? ഈ രണ്ട് ഒന്ന് പോസിറ്റീവ് ആണ് മേലോട്ട് പോകും, നെഗറ്റീവ് ആണ് താഴോട്ട്. ഇത് രണ്ടും ഇല്ലാതെ, ഒന്നും ഇല്ലാതെ, എങ്ങും ഒരു എത്തും പിടിയും കിട്ടാതെ മാർക്കറ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അതിനനുസരിച്ച് ആർക്കാണ് അബദ്ധം പറ്റുന്നത്? നമ്മുടെ ഇപ്പോഴുള്ള റീറ്റെയിലേഴ്സിനാണ് അബദ്ധം പറ്റുന്നത്. അവരുടെ പ്രീമിയം എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇത് ഉരുകിത്തീരുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞത്, കൃത്യമായ ഒരു സെറ്റപ്പ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒരു ട്രേഡിന് ഇറങ്ങില്ല. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല, മനസ്സിലായോ? പക്ഷേ സെറ്റപ്പ് ഇല്ലാതെ നമ്മൾ ട്രേഡിന് ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങരുത്. ഓക്കെ, ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. ആരും വീട്ടിൽ തല്ലി ഇറക്കത്തില്ല, നമ്മുടെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ കിടക്കും, മനസ്സിലായി? അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു ട്രേഡ് ചെയ്യരുത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കുന്നത്? നാളെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ കോള് കഴിഞ്ഞു. ഈ ചാനലിൻ്റെ സംഗതി കഴിഞ്ഞു. ചാനൽ ഇനി വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കഴിഞ്ഞു. ചാനൽ ഇന്നത്തെ കൊണ്ട് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഓക്കെ, നമുക്കിനിയും വേണ്ടത് എന്താണ് മാർക്കറ്റിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത് തന്നെ. ഇതിന് മുകളിലോട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. എല്ലാം ഇവിടെ കിടപ്പുണ്ട്, അതുപോലെ വരച്ചതെല്ലാം അതുപോലെ കിടപ്പുണ്ട്. പാഴുവരയായിപ്പോയില്ലേ? പാഴുവരയല്ല, ഭാവിയിൽ ഉപകാരപ്പെടും. എനിവേ, എന്തായാലും വിട്ടി നോട്ടാ, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടുന്ന് താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ഇത് ഇൻവാലിഡായി, ഈ ലൈൻ ഇല്ല. ഇവിടുന്ന് ഇനി താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇത്, ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്, ഒന്നും മാറ്റമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇത് ട്രേഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് മുട്ടി തിരിച്ച് വരുന്നത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം, ഇല്ലേ? അല്ല, ഇവിടെ താഴോട്ട് വന്നിട്ട് ഇവിടെ തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഈ രണ്ട് സിനാരിയോ ഉള്ളത്. ഓക്കെ, ഇവിടെ ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇത് താഴോട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് അവസരങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ഉള്ളൂ. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ താഴോട്ട്, ഇവിടുന്ന് മേലോട്ട്, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കടന്ന് കളിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ദയവ് ചെയ്ത് ഇത് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർമ്മിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് യൂട്യൂബ് സർക്കുലേറ്റ് ചെയ്യും. അപ്പം അതിനൂടെ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.